കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സർ, ദിലീപേട്ടനെ ഒന്ന് കാണണം. അവിടേക്കല്ലേ? അവിടെ നീ എന്താ അച്ഛനെ വിളിച്ച് വിവരം പറയായിരുന്നേ? എന്താ, നിങ്ങളുടെ അച്ഛൻ വന്നില്ലേ? വന്നു. അപ്പോഴാ പറഞ്ഞത് നീ വിളിച്ചില്ല എന്ന്. ഞാനെന്തിനാ വിളിക്കുന്നേ? ഈ സംഭവം അറിഞ്ഞപ്പോ ഞാൻ ആദ്യം വിളിച്ചത് എന്റെ അച്ഛനെയാ. ഇനിയിപ്പൊ ഈ ബന്ധം വേണ്ടാന്ന് അച്ഛൻ പറയുന്നേ. അല്ലെങ്കിൽ തന്നെ കുറച്ചു ദിവസമായിട്ട് ക്ലിനിക്കിൽ ഓരോരുത്തർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതാ ഈ അറസ്റ്റ് നടന്നിരിക്കുന്നെ. ഇപ്പൊ ഞാൻ ഡോക്ടർ ദിലീപിന്റെ ഭാര്യയല്ല, ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യ. അങ്ങനെ അറിയപ്പെടാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇത് പറയാൻ ഇത്രയും പ്രയാസപ്പെട്ട് ഇവിടം വരെ വരണമെന്നില്ലായിരുന്നല്ലോ. അവസാനമായി വന്ന് കാണണമെന്നും പറയാനുള്ളത് പറയണമെന്നും എനിക്ക് തോന്നി. അതിന് തനിക്കെന്താ? താൻ ഭാര്യയെ കൊന്ന കഥ എന്റെ അമ്മായിയച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. രണ്ടാളും ഒന്നിച്ചാ ഇവിടെ കിടക്കുന്നതെന്നും പറഞ്ഞു. നിങ്ങളെ വന്ന് കണ്ട ശേഷം അയാൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. നിനക്ക് വേണ്ടിട്ടാ ഞാൻ എല്ലാം ഉപേക്ഷിച്ചത്. എന്നിട്ട് എനിക്കൊരാപത്ത് വന്നപ്പോ എന്നെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് പോവാ നീ, അല്ലേ? നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് സങ്കടമല്ലാതെ ഒരു സന്തോഷം പോലും ഉണ്ടായിട്ടില്ല. വെറുതെ കുറെ പൈസ മുടിച്ചതല്ലാതെ താൻ എനിക്ക് എന്ത് നല്ല കാര്യമാണ് ചെയ്തു തന്നിരിക്കുന്നത്. മോൻ അമ്മയെ സ്നേഹിക്കുന്നില്ല, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല. നിന്റെയൊക്കെ സ്വഭാവം കൊണ്ട് തന്നെയാടാ ഇങ്ങനൊക്കെ സംഭവിച്ചത്. അതേടോ, അങ്ങനെ തന്നെ. അതുകൊണ്ടാ പറഞ്ഞേ എനിക്കിനി ഈ ബന്ധം വേണ്ടാന്ന്. എനിക്ക് എന്റെ വഴി, ഇയാൾക്ക് ഇയാളുടെ വഴി. പോകുന്നതിന് മുമ്പ് ഒരു ഉപദേശമുണ്ട്. ഇനിയെങ്കിലും പ്രേമം നടിച്ച് കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ പെൺകുട്ടികളെ പറ്റിക്കരുത്. എന്റെ പ്രാക്ടീസ് തീരുന്നതിന് മുമ്പേ സ്വന്തമായ ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞത് നീയും നിന്റെ അച്ഛനും കൂടെ. നിങ്ങൾ തന്നെ വലിയ തുക മുടക്കി എല്ലാം റെഡിയാക്കി തന്നത്. എന്നിട്ടിപ്പോ എന്നെ പഴിക്കുന്നോ? ഞാൻ പഴിക്കാനൊന്നുമില്ല. ഇത് നമ്മുടെ അവസാന മീറ്റിംഗാ. ഇനി നമ്മൾ കാണില്ല. പിന്നെ ഒരു ദിവസം നമ്മൾ കാണും കേട്ടോ, ഡിവോഴ്സിന്റെ അന്ന്. എനിക്ക് നിങ്ങളെ വേണ്ട. അതുകൊണ്ട് ഈ ബന്ധം നമുക്കങ്ങ് പിരിയാം. ഇപ്പൊ എന്തായി? അവള് നിന്നെ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും അതിനുശേഷം പണം മുടക്കിയതുമൊക്കെ അവളുടെ നേട്ടത്തിനു വേണ്ടിയാ. എന്നാല് നിന്റെ അമ്മ ഇത്രയും നാള് നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ അവർക്ക് വേണ്ടിയല്ലടാ. നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ. എന്നിട്ടിപ്പോ അതുമില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ആൾക്കാരെയൊക്കെ തിരിച്ചറിയാൻ ദൈവം ഒരു അവസരം ഒരുക്കിയ സ്ഥിതിക്ക് ആ പാവം അമ്മയുടെ ശാപം പിടിച്ചു പറ്റാതെ അവരെ സ്നേഹിച്ച് ജീവിക്കുക. മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുടെ കണ്ണീര് വീഴിച്ചിട്ട് ആരും ഒന്നും നേടാൻ പോകുന്നില്ല. ഒരു ദൈവവും അങ്ങനെയുള്ളവരോട് കനിയില്ല. അമ്മയൊന്നും കഴിക്കുന്നില്ലേ? എനിക്കൊന്നും വേണ്ട മോളെ. അമ്മയ്ക്ക് ഇത്രയ്ക്ക് വിഷമമാണെങ്കിൽ ഞാൻ ദിലീപേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ ശ്രമിക്കാം. അങ്ങനെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്തവരാരായാലും ജയിലിൽ പോണമെന്ന് ഞാൻ പറയൂ. ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയല്ല അവൻ ഡോക്ടറായത്,
അവർക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാ ഇവിടെ അവൻ കഴുത്തറുത്ത കാശ് വാങ്ങിച്ചോണ്ടിരുന്നത്. അതിന്റെ കൂടെയാ ഇപ്പോ ഒരു രോഗിയെ കൊന്നതും. അത് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അവൻ ജയിലിലേക്ക് തന്നെ പോകണം. ഭാഗ്യലക്ഷ്മിയുടെ മോൻ രോഗികളെ കൊന്നിട്ടുണ്ടെന്നും ജയിൽ പുള്ളിയാണെന്നൊക്കെ ആളുകൾ ആക്ഷേപിക്കുമായിരിക്കും. അങ്ങനെ എന്തെല്ലാം അപമാനങ്ങള് നമുക്കിതുവരെ മുമ്പുണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ എന്തു വന്നാലും അതൊക്കെ താങ്ങാനുള്ള കരുത്ത് എനിക്കുണ്ട്. അയാൾ അയാളുടെ കാര്യം നോക്കി മുന്നോട്ട് പോയി. അയാൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണവും കഴിച്ചു. നമ്മൾ ആരും അങ്ങോട്ട് ശല്യം ചെയ്യാൻ പോയതുമില്ല. അപ്പോഴെങ്കിലും കുറച്ചുകൂടി മാന്യത കാട്ടായിരുന്നു. പണം വാങ്ങിച്ചോട്ടെ, പക്ഷെ ജനങ്ങളെ കൊല്ലാതിരിക്കായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. അമ്മ വളർത്തിയെന്നേ ഉള്ളൂ. ഒരു പ്രായം കഴിഞ്ഞപ്പോ അച്ഛന്റെ ഉപദേശങ്ങളാ അവൻ കൂടുതലും കേട്ടത്. അത് ഞാൻ മനസ്സിലാക്കിയില്ലെന്ന് മാത്രം. അവന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷയാ ഇനി കിട്ടാൻ പോകുന്നത്. ഇതിനപ്പുറം ഇനിയൊന്നും വരാനില്ല. ഇതിലൂടെ അവൻ പഠിക്കുമെങ്കിൽ പഠിക്കട്ടെ. അവന്റെ സ്വഭാവത്തിന് മാറ്റം വരണം. എന്തായാലും അമ്മയ്ക്കിനി ഉറക്കം വരില്ല. എന്റെ മോന്റെ കാര്യം ഓർത്തിട്ടല്ല ഞാനിപ്പോ സങ്കടപ്പെടുന്നത്. ജയലാലിന്റെ അച്ഛന്റെ കാര്യം ഓർത്തിട്ടാ. ആ നല്ല മനുഷ്യൻ ഒരിക്കലും ജയിലിൽ കിടക്കാൻ പാടില്ലായിരുന്നു. ലാലേട്ടന്റെ അച്ഛന്റെ ശിക്ഷ കുറയ്ക്കാൻ വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും അമ്മേ. എന്റെ സീനിയേഴ്സിന്റെ സഹായം ഞാൻ അതിനുവേണ്ടി തേടും. എങ്ങനെയും ആ അച്ഛൻ പുറത്തു വരണം. അത് മാത്രമല്ല, അവിടെ ഞാൻ ഏറ്റുമുട്ടാൻ പോകുന്നത് എന്റെ അച്ഛനുമായിട്ടാ. അമ്മ അന്ന് കോടതിയിൽ മുട്ടുകുത്തിച്ച പോലെ എനിക്കും അഡ്വക്കേറ്റ് വിജയകുമാറിനെ ജയിക്കണം. സർ, ആ സംസാരിക്കുക. എന്തിനാ നീ മോളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? എനിക്കിവിടെ വന്ന് അച്ഛനെ കാണുന്നില്ലായിരുന്നു. പക്ഷെ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല അച്ഛനെ കാണാത്തോണ്ട്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ റിമാൻഡിന്റെ കാലം കഴിഞ്ഞാല് ചിലപ്പോ ജാമ്യം കിട്ടിയേക്കും. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കാമെന്ന് ജയമോള് പറഞ്ഞിട്ടുണ്ട്. ഇനി കിട്ടിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പരോളുണ്ടല്ലോ, അപ്പോ ഒന്ന് കാണാം. മോടെ അമ്മ ഒരേ കരച്ചിലാ. എത്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒരു രക്ഷയില്ല. നീ ഹരിയും കൂടെ ഇനി മോളെ അമ്മയെ നോക്കണം. അത് പ്രത്യേകം പറയണോ അച്ഛാ? അച്ഛൻ ഇങ്ങനൊരു സാഹസം കാണിച്ചതിലേ ഞങ്ങൾക്കൊക്കെ വിഷമമുള്ളൂ. കാണിക്കാതെ പിന്നെ എന്ത് ചെയ്യുവടാ? അച്ഛനൊരു തെറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ഈ നാട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു. ഹരിതയുടെ അമ്മയ്ക്കൊപ്പം അച്ഛൻ കോട്ടയത്ത് തന്നെ നിന്നാ മതിയായിരുന്നു. എന്നാ പ്രശ്നം തീരുവോ? നിന്നെ ഹരിതമോളെയും തമ്മിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുകയല്ലായിരുന്നോ നിന്റെ അമ്മ? 10ാമതേമായെങ്കിൽ എന്ത് ചെയ്തേനെ? അതിനു മുമ്പ് ഞാൻ ദീപയും കൊണ്ട് പുറത്തേക്ക് പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു. അയാളെ കൊണ്ട് പാസ്പോർട്ടൊക്കെ എടുപ്പിച്ചത് അതിനുവേണ്ടിയാ. എന്നാലും നിങ്ങളെ ആരെ അവള് ജീവിക്കാൻ അനുവദിക്കില്ലടാ. ചാരു ഹേമയും ഒന്നിച്ചു നിന്നാല് പിന്നെ നിങ്ങൾക്കാർക്കും ഒരു സ്വസ്ഥതയും കിട്ടില്ല. ഇന്നിപ്പോ ഞാൻ ജയിലിലാണെങ്കിലും മനസമാധാനത്തോടാ കിടക്കുന്നത്. അവസാന കാലം ആയപ്പോഴാണ് അച്ഛന് ധൈര്യം കൂടിയത്. ഇതൊക്കെ കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പോഴീ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ആ, അമ്മയും കുറച്ചൊക്കെ കീഴടങ്ങി ജീവിച്ചാണ്. ഒരിക്കലും പറ്റില്ലടാ മോനെ. അത് മനസ്സിലാക്കിയിട്ടാ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങിയത്. എന്നാല് അവസാനം എനിക്ക് വീണ്ടും പട്ടാളക്കാരനാകേണ്ടി വന്നു. ചാരുവിനും ഹേമയ്ക്കും അച്ഛനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഞാൻ പുറത്തു വരുമ്പോ അവരെന്നെ കൊല്ലുന്നേക്ക് കൊല്ലട്ടടാ. എന്നാലും ചാരുവിന്റെ കാര്യം നീ നോക്കണം. അവക്കൊരു ബന്ധം നീ കണ്ടെത്തണം. അമ്മയുടെ തനി പകർപ്പായ അവളെ വിശ്വസിച്ച് ഏത് വീട്ടിലോട്ട് പറഞ്ഞു വിടാനാ അച്ഛാ? ഇനിയിപ്പോ പറഞ്ഞു വിട്ടാൽ അവള് കയറി ചെല്ലുന്ന വീട്ടില് സ്വസ്ഥത ഉണ്ടാവുമോ? രാഗിണി മരിച്ചാലും
അവള് വളർത്തി വലുതാക്കിയ മക്കള് അവളേക്കാൾ പ്രശ്നക്കാരായിട്ട് തന്നെ ജീവിക്കും. പിന്നിനി അവളുമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. ഏതായാലും അച്ഛൻ തന്ന ഈ മോളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. മോൾക്ക് പറ്റിയൊരു ബന്ധം ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നിനക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോടാ മോനെ. അമ്മയ്ക്കൊന്ന് അച്ഛനോട് എല്ലാ മക്കൾക്കും ദേഷ്യം ഉണ്ടാവും. പക്ഷേ ഓർമ്മയായ നാൾ മുതൽ എനിക്കെന്റെ അച്ഛനെ അറിയാവുന്നതുകൊണ്ട് വെറുക്കാൻ പറ്റില്ല. മോള് പൊയ്ക്കോ. അച്ഛനില്ല എന്ന് കരുതി മോള് വിഷമിക്കണ്ട. രണ്ടേട്ടന്മാരും മോളെ എന്നെക്കാളും നന്നായി നോക്കിക്കോളൂ. ചെല്ല്. ചെല്ലു മോളെ. ഇന്ന് കോടതിയിൽ എന്തൊക്കെയാ നടന്നതെന്ന് അറിയില്ലല്ലോ മോളെ. ആദ്യമായിട്ടാ ദിയെ അച്ഛനും കോടതിയിൽ മുഖാമുഖം കാണുന്നേ. ലാലേട്ടന്റെ അച്ഛനെ ജാമ്യത്തിലിറക്കാൻ പറ്റിയില്ല. അവിടെ അച്ഛനാ ജയിച്ചത്. പക്ഷെ ഏട്ടനും ജാമ്യം കിട്ടി. ഇവനെ എന്തിനാ ജാമ്യത്തിൽ ഇറക്കിയത്? ഇവൻ ജയിലിൽ കിടക്കേണ്ടവനല്ലേ? അമ്മേ, കോടതി മുറ്റത്ത് വെച്ച് എല്ലാ തെറ്റുകളും ഏട്ടൻ ഏറ്റു പറഞ്ഞു. അമ്മയാണ് ശരിയെന്ന് പറഞ്ഞു. എന്റെ അമ്മയെ അംഗീകരിക്കുന്ന ഒരേട്ടനെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. അതൊക്കെ ഇവന്റെ അടവാ. അല്ലമ്മേ, എന്റെ ഭാര്യ എന്താണെന്നും അച്ഛൻ എന്താണെന്നും തിരിച്ചറിയാൻ ദൈവം തന്ന ശിക്ഷയായത്. അമ്മ എന്നെ നല്ല രീതിയിൽ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ ഞാൻ നല്ലൊരു ഡോക്ടറാവാൻ വേണ്ടിയിട്ടാ. എന്നും അമ്മ എനിക്ക് നല്ല ഉപദേശമേ തന്നിട്ടുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കിയില്ല. അതിനുള്ള തിരിച്ചടിയാ എനിക്ക് കിട്ടിയത്. ആ നയനി എന്ന് പറയുന്നവള് അവളുടെ അച്ഛനൊപ്പം പോയി ക്ലിനിക്ക് വിൽക്കാൻ ബ്രോക്കറെ ഏൽപ്പിച്ചിരിക്കുക. അങ്ങനൊരു ഭാര്യയെ എനിക്കിനി വേണ്ടമ്മേ. ഞാനിനി അമ്മയുടെ മോനായിട്ട് ഇവിടെ ജീവിച്ചോളാം. അതുകൊണ്ട് ഞാൻ ചെയ്തതൊക്കെ അമ്മ പൊറുക്കണം. വരുന്നുണ്ട്. ഏതാണ്ട് വലിയ കാര്യം ചെയ്ത പോലെ. സ്വന്തം ഭാര്യയെ കൊന്ന ഒരാളെ ജയിലിലേക്ക് പറഞ്ഞുവിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിനക്കൊപ്പ ഇവൻ കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നാലെ വന്നത്, ഇവനെ കൂട്ടിക്കൊണ്ടുപോവാൻ. ഞാൻ വരുന്നില്ല. എന്റെ സമയദോഷം കൊണ്ട് ഞാനിടയ്ക്ക് എന്റെ അമ്മയും അനിയത്തിമാരെയും തള്ളിക്കളഞ്ഞു. എന്നിട്ട് അച്ഛനൊപ്പം നിന്നു.
അതാണ് എന്റെ തകർച്ചയ്ക്ക് കാരണം. അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് വേണ്ടാത്തൊരച്ഛനെ എനിക്കും വേണ്ട. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. രചന വരുന്നുണ്ട് അച്ഛനെതിരെ കേസുമായിട്ട്. അതേടോ, ഒരിക്കൽ തന്നെ ഞങ്ങൾ വെറുതെ വിട്ടതാ. എന്നിട്ടും താൻ പഠിച്ചില്ല. എന്നെ തള്ളിക്കളഞ്ഞത് പോട്ടെ, പക്ഷേ സ്വന്തം പെൺമക്കളെ പോലും താൻ വെറുതെ വിട്ടില്ല. കൂടെ നിന്ന മോനെയാണെങ്കിലോ തെറ്റായ ഉപദേശങ്ങൾ കൊടുത്ത് താൻ നശിപ്പിക്കുക ചെയ്തത്. അങ്ങനെ ഒരു അച്ഛനെ ഇനി എന്റെ മക്കൾക്ക് വേണ്ട. പെൺമക്കൾക്ക് മാത്രമല്ല, എന്റെ മോനും. അങ്ങനെ ഒരു അച്ഛനെ ഇനി എന്റെ മക്കൾക്ക് വേണ്ട. പെൺമക്കൾക്ക് മാത്രമല്ല, എന്റെ മോനും. സത്യത്തിൽ ജയലാലിന്റെ അച്ഛനെ എന്തിനാ താൻ ജയിലിലേക്ക് പറഞ്ഞു വിട്ടത്? അദ്ദേഹം ചെയ്ത തെറ്റെന്താ? മക്കളെയും മരുമക്കളെയും ജീവിക്കാൻ സമ്മതിക്കാത്ത അമ്മമാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല. അത് മനസ്സിലാക്കിയിട്ടാ എല്ലാ ശ്വാസമുട്ടലിനൊടുവിൽ ജയലാലിന്റെ അച്ഛന് ഭാര്യയെ കൊല്ലേണ്ടി വന്നത്. എന്നാൽ അതിനേക്കാളും മരണം അർഹിക്കുന്നുണ്ട് നിങ്ങൾ. മരണമല്ലമ്മേ, ജയിലിൽ കിടക്കണം ഇതുപോലുള്ള അച്ഛന്മാര്. അത് തന്നെ ഇനി സംഭവിക്കാൻ പോകുന്നത്. രചന കേസ് കൊടുത്തു കഴിഞ്ഞാ അത് കോടതിയിൽ പരിഗണിക്കുമ്പോ തനിക്കെതിരെ വരാൻ പോകുന്നത് എന്റെ മോള് തന്നെയായിരിക്കും. ഏട്ടൻ ഡോക്ടറായ രോഗികൾക്ക് ആശ്വാസം കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ ഞാൻ വക്കീലിന്റെ കുപ്പായം അണിഞ്ഞു കഴിഞ്ഞ് നീതി ദേവതയ്ക്ക് മുന്നിൽ വന്നു നിന്ന് നീതികേട് കാണിക്കരുതെന്ന് എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. അതുകൊണ്ട് നന്ദി ഒട്ടും ഇല്ലാതിരുന്ന എന്റെ അച്ഛനെതിരെ ഞാനുണ്ടാവും കോടതിയിൽ. രചനയുടെ അമ്മയുടെ അച്ഛന്റെ ആത്മാക്കളുണ്ടല്ലോ തനിക്ക് പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ടാ വേണ്ടാന്ന് വെച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ ഞങ്ങൾക്ക് തോന്നിയത്, രജനിക്ക് തോന്നിയത്. ഇനി സിമ്പതിയില്ല. ജയലാലിന്റെ അച്ഛൻ ജയിലിൽ കിടക്കുമ്പോ കൂടെ താനും വേണം. കോടതിയിൽ കേസെടുക്കുമ്പോ രചന മാത്രമല്ല, ഞാനും എന്റെ മക്കളും ഉണ്ടാവും തനിക്കെതിരെ സാക്ഷി പറയാൻ. പൊയ്ക്കോ, പൊയ്ക്കോ ഇവിടുന്ന്. അച്ഛൻ ജയിലിലാകുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഒരു എതിർപ്പുമില്ല അമ്മേ. എന്റെ കരുത്ത് എന്റെ മക്കളാ. നിങ്ങൾ എന്നിൽ നിന്നും അടർന്നു പോകുമ്പോ മാത്രമേ അമ്മയുടെ ധൈര്യം ചോർന്നു പോകൂ. അതുകൊണ്ട് എവിടേക്ക് പോയാലും ഏത് നാട്ടിൽ ജീവിച്ചാലും ഇടയ്ക്ക് അമ്മയുടെ അരികിൽ വരണം. വാ. മാസങ്ങൾക്ക് ശേഷം അമ്മ വില്ലേജ് ഓഫീസറായിട്ട് വീണ്ടും ജോയിൻ ചെയ്യാൻ പോവാ. അതുകൊണ്ട് ഇനി മോൾക്ക് കേസിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. വില്ലേജ് ഓഫീസർ ഭാഗ്യലക്ഷ്മി സ്വഭാവം മാറ്റിവെക്കാൻ പോകുന്നില്ല എന്നർത്ഥം. നാടിനെ നശിപ്പിക്കുന്നവന്റെ നെഞ്ചത്ത് അമ്മാണി തറച്ചിരിക്കും.
പോവാ മോനെ. ആ